എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ്? ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ അതോ? മംഗലാപുരത്തുനിന്ന് ഒരു ക്ലിയറൻസ് കിട്ടാനുണ്ട്. എന്നുവെച്ചാൽ ഏട്ടൻ്റെ സുഹൃത്തിൻ്റെ കോൾ. അദ്ദേഹം പറഞ്ഞിട്ട് പുറപ്പെട്ടാൽ മതിയെന്നാ നേരത്തെ അറിയിച്ചത്. ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശരിക്കും എന്താ സംഭവിച്ചത്? ആക്സിഡന്റ് തന്നെയാണ്. ഏട്ടൻ സഞ്ചരിച്ചിരുന്ന കാറും ടാങ്കർ ലോറിയും തമ്മിൽ ഇടിച്ചു. കാറ് മറിഞ്ഞെന്നും തീപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. മംഗലാപുരത്ത് ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിലക്കിയതാ. നമുക്ക് പരിചയമില്ലാത്ത നാട്, അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. ആ വിധി ഇങ്ങനെയായിരുന്നു. ആ സമയത്ത് ഇവിടെ എത്തിയല്ലേ പറ്റൂ. വിവരം കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആരും പ്രതീക്ഷിച്ചില്ല. കഷ്ടം. ദേവിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. അമ്മായി എവിടെയാ? അകത്തുണ്ട്. അമ്മായി കരയില്ലേ അമ്മായി? നഷ്ടം എത്ര വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ സഹിച്ചല്ലേ പറ്റൂ. ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. എങ്കിലും മനസ്സുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. വിധിയെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. 1, എല്ലാം മറന്ന് നിനക്ക് ഞങ്ങളുടെ കൂടെ വരാം. 2, ഇതുവരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരാം. 1ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെയുമുണ്ട് കണ്ടീഷൻ. ഞങ്ങൾ പറയുന്ന കേട്ടായിരിക്കും പിന്നീടുള്ള ജീവിതം. അതല്ല 2ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കാൻ ഞങ്ങളുണ്ടായെന്ന് വരില്ല. ആലോചിക്കേ, എന്നിട്ട് നീ ഒരു തീരുമാനം പറ. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാ എന്തുകൊണ്ട് നിനക്ക് നല്ലത്. വന്ന നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടും. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. എന്തായാലും നീല് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. പിന്നെ ആരോട് ദേഷ്യം തീർക്കാനാ നീ ഇങ്ങനെ ഹോട്ടലിൽ കഴിയുന്ന? അതെന്താന്നറിയോ? നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. പലരും പലതും പറഞ്ഞ് ഉപദേശിക്കാൻ കാണും. അതൊക്കെ അവസാനം നിനക്ക് തലവേദനയായിട്ടേ വരൂ. ഇതൊരു ഗോൾഡൻ ചാൻസാ. എല്ലാം അവസാനിപ്പിച്ച് നീ ഞങ്ങളുടെ കൂടെ വന്നേക്കണം കേട്ടോ. മറ്റാരെക്കാളും നല്ലൊരു ജീവിതം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. വരുന്നില്ലെങ്കിൽ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടാനായിരിക്കും നിന്റെ യോഗം. എടീ, നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഒരു ശരാശരി ജീവിതമേ ജീവിക്കാൻ പറ്റൂ. എവിടെയെങ്കിലും മാസശമ്പളത്തിന് പോയാ എന്ത് കിട്ടും നിനക്കൊക്കെ? ഏറിയാൽ 30,000 രൂപ. അതിൽ നിന്ന് ഹോസ്റ്റൽ ചെലവും ഭക്ഷണവും കഷ്ടിച്ച് ജീവിക്കാനേ നിന്നെക്കൊണ്ട് പറ്റൂ. എന്റെ കൂടെയാണെങ്കിൽ ഈ പറയുന്ന തുക മാസം ഡ്രസ് എടുക്കാൻ തന്നെ ഉപയോഗിക്കാം. ആർഭാടവും സുഖസൗകര്യങ്ങളും നിറഞ്ഞ ജീവിതം വേണോ അതോ കഷ്ടപ്പാടുള്ള ജീവിതം വേണോ നിനക്ക് തീരുമാനിക്കാം. വേദേ, ഇപ്പൊ നീ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അറിയാലോ അച്ഛനെ. പറഞ്ഞതാ. മണ്ടത്തരം കാണിക്കാതെ വന്ന് വണ്ടി കയറി നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്ത് തീരുമാനിച്ചു നീ? ഞാൻ വരാം. പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. സമ്മതമാണല്ലോ? അതെ. എന്നാ പോയി വണ്ടി കയറ്. ഏയ്, എങ്ങോട്ടാ? ഇവിടെ നിന്നാ മതി.
ഓട്ടോ അവിടെ കിട്ടും, അതിൽ കയറി പോയാൽ മതി. എന്താ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, ഐ ആം ഓക്കെ. മോക്കോ? അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. എന്താ വാസുദേവ, അതുപോലെ? മതി, ഞങ്ങൾ എന്തിനും തയ്യാറാ. ഇന്ന് നടത്തണമെങ്കിൽ ഇന്ന് നടത്താൻ ഞങ്ങൾ തയ്യാറാ. എന്നാ പിന്നെ കൂടുതലൊന്നും പറയണ്ട, ബാക്കിയൊക്കെ ഫോണില്. ജോത്സ്യരെ കണ്ട് മുഹൂർത്തം കുറിക്കാം. നിശ്ചയം നടത്തണമെന്നുണ്ടോ? ഇനിയിപ്പോ എന്തിനാ അങ്ങനെ ഒരു ചടങ്ങ്? ഇന്ന് നടന്നത് പെണ്ണുകാണൽ മാത്രമല്ല, നിശ്ചയം കൂടിയാണെന്ന് കരുതിയാ പോരെ? എന്താ? മതി, അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, ഇറങ്ങട്ടെ. സക്സസ്. പോയ കാര്യം ഡബിൾ ഓക്കെ. ശരിക്കും? അതെ, വെറും റോളല്ല, സെൻട്രൽ ക്യാരക്ടറാ. എന്ന് വെച്ചാ ഹീറോ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യം പറഞ്ഞ ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. സന്തോഷായി. ഈ പടം ഇറങ്ങിയ ഞാൻ വേറൊരു പൊസിഷനിലെത്തും. അതുപോലൊരു ക്യാരക്ടറാ. ആരാ ഹീറോയിൻ? പുതിയൊരാളാ. ഫോട്ടോ കണ്ടു. എങ്ങനെയുണ്ട്? പോരാ, നിന്റെ അത്രയും ഭംഗിയില്ല. എന്നാ സംവിധായകനോട് പറഞ്ഞാലോ, അവളെ മാറ്റി എന്നെ നായികയാക്കാൻ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ നല്ല കോമ്പിനേഷൻ അല്ലേ. പടം ഹിറ്റാവാൻ വേറെ ഒന്നും വേണ്ട. ഹിറ്റാവും. ഏട്ടൻ വലിയൊരു നടനാവും. കാരണം എന്താണെന്നറിയോ? നീ ഇപ്പൊ ഏത് കാര്യത്തിനും പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറി ആ സ്ഥാനത്ത് പ്രേമം വന്നതോടെ എൻ്റെ തലവര തന്നെ മാറി. എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു ഭർത്താവിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ ആ ജീവിതം സക്സസ് ആവും. ഒരു സംശയം വേണ്ട. എടുത്തു, മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായി കാണിച്ചത്? ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? രക്തം വന്നല്ലോ. ഇതെന്താ ഏട്ടാ ഇങ്ങനെ? എന്ത്? എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നത്. അത് നല്ല ലക്ഷണം അല്ലല്ലോ. ലക്ഷണം? തനിക്കിത് എന്ത് പറ്റി? സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോര പൊടിഞ്ഞത്. ഓ അങ്ങനെ. അങ്ങനൊക്കെ നോക്കാൻ പോയാ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് പേടിയാവുക. ആ, ഇതാ നിന്റെയൊക്കെ കുഴപ്പം. എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ മതി. എടോ, കൈ മുറിഞ്ഞതും ചോര വന്നതുമായിട്ട് സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ല. സിനിമ വേറെ, ഇത് വേറെ. ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾ മനസ്സിലെടുത്ത് വെച്ചിട്ട് ഉള്ള മൂടുകൂടെ കളയല്ലേ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുക്കത്തിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ്. കുറേ തവണ പരാജയപ്പെട്ടവനാ ഞാൻ. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് തൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം, എല്ലാ അർത്ഥത്തിലും. മനസ്സിലായോ? അടുക്കളയിൽ ചെന്ന് കുറച്ച് ഉള്ളി ചതച്ച് വെച്ചാൽ മതി. മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളൂ. അല്ല, എന്തുണ്ട്? എന്താ വിധ? പറ, എന്താണെങ്കിലും പറ. വേണ്ട. ആ, പറയുന്നേ. പറയും, ഞെട്ടരുത്. ഇല്ല, ആരോടും പറയരുത്. സത്യം പറയില്ല. എന്താ?